അല്ല ഈ ഭാഗത്തൂടെ പൈലിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വെറൈറ്റി പൈലിങ് മെഷീനാണല്ലോ. ഞാൻ ഇതുവരെ എൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത ഞാനാട്ടോ. നിങ്ങളൊക്കെ കണ്ടിട്ടാണെന്ന് അറിയില്ല. സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നെ ചെറുപത്താറ് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഞാനുള്ളത് വടകര, കോഴിക്കോട് വടകര ടൗൺ ഏരിയയിലെ വർക്കിൻ്റെ കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇവിടുത്തെ എല്ലാ വർക്കിൻ്റെ കാഴ്ചകളും കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ ഇതാ ഇവിടെ ഒരു 3 സ്പാന് ഒക്കെ ഗാഡറൊക്കെ എടുത്ത് വെച്ച് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടി വെള്ളം ഒരിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ കുറേ കാലമായില്ലേ വാർത്ത് വെച്ചിട്ട്. ഇനി അവിടെയൊക്കെ ഇതാ ഇവിടെ ആറി പ്ലെയിൻ ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ പൊക്കാനുള്ളതാട്ടോ. പക്ഷേ ഇതൊക്കെ മാറ്റിയെന്ന് തോന്നുന്നല്ലേ. ഇവിടെയൊക്കെ വീണ്ടും എലിവേറ്റഡ് ബ്രിഡ്ജ് തന്നെ വരാൻ പോകാൻ തോന്നുന്നല്ലേ. ആരോ പറയുന്നത് കേട്ടു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ഇതൊക്കെ ഇത്ര ഹൈറ്റിൽ മണ്ണിട്ട് പൊക്കി പ്ലെയിൻ ബ്ലോക്കൊക്കെ വെച്ച് കൊണ്ടുവരാൻ റിസ്ക് പരിപാടിയാണ്. ഇതുപോലെ വലിയ വലിയ ടൗണുകളിൽ ഇത് നടക്കുന്ന കാര്യമില്ല. 2 സൈഡും ബിൽഡിങ്ങുകളാണ് മൊത്തം. അവിടെ എലിവേറ്റഡ് അതുപോലെയുള്ള ബ്രിഡ്ജുകളാണ് ഇങ്ങോട്ടൊക്കെ ആവശ്യം. ഇപ്പോൾ ഈ ഒരു ഏരിയ കേട്ടോ, ഒരു 300 മീറ്റർ ഒരു ഏരിയ ആണ് ഇവിടെ വർക്ക് നടക്കാനുള്ളത്. ഇനി എലിവേറ്റഡ് ബ്രിഡ്ജ് എന്നാന്നുണ്ടെങ്കിൽ പൈലിങ്ങിൻ്റെ ഉള്ളിൽ തുടങ്ങണം. ഇവിടെ ഒരു 3 സ്പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ആറി പ്ലെയിൻ ബ്ലോക്ക് കൊണ്ട് നിറച്ച് വെച്ച് കേട്ടോ. അവിടെ പണിക്കാർ മുകളിൽ ഇനി ക്രാഷ് ചെയ്ത് വാർക്കാണ്ട്. ഈ കഷ്ണം മുറിഞ്ഞ് കിടക്കണ ഈ കാഴ്ച എത്ര കാലമായില്ലേ കാണുന്നത്. ഒരു കൊല്ലത്തിലും മേലായിണ്ടാവും. എന്നാ ഇവിടെ നിങ്ങോട്ട് ഇതൊന്ന് ജോയിൻ്റ് ആവുക. പട്ട കാലത്ത് എന്തെങ്കിലും ആവുമോ നമ്മുടെ വാഗടെ. അതായത് നമുക്ക് ടൗൺ ഏരിയയിലേക്കാണ്ട് പോയി വെക്കാം. അവിടെ ആ ഭാഗത്തേക്കുള്ള വർക്ക് എന്തായിട്ടുണ്ടെന്നുള്ളത്. ഇതാണ് വടകര ടൗൺ ഏരിയ ഉണ്ടാവും. അവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയ. അവിടെ ഒരു 2 സ്പാൻ അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് തലക്കിലേക്ക്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അടിയിലൂടെ ഏറ്റവും റിസ്ക് പിടിച്ച ജംഗ്ഷനിലുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും വടകര ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടിയായിട്ട് വാഹനങ്ങൾ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നല്ല ബ്ലോക്കിലാണ് നിങ്ങൾ വരുന്നത്. കണ്ട വാഹനങ്ങളൊക്കെ ഫുള്ള് വാഹനം തന്നെ കേട്ടോ ഏരിയ. നല്ല ഹരണ്ടല്ലേ, നല്ല റൗണ്ടിൽ പോകുന്നൊരു എലിവേറ്റഡ് ബ്രിഡ്ജാണിത്. ഇങ്ങനെ പോയിട്ട് ഒരു വളവ് അവിടെ നിന്ന് അങ്ങോട്ടേക്കും ഉണ്ട്. അടിപൊളി നല്ല ഹരം. ഇതിൻ്റെ ഉള്ളിൽ വർക്കേഴ്സുകളൊക്കെ ഉണ്ടല്ലോ, പണിക്കാരൊക്കെ ഉണ്ട്. നടുക്കിലൂടെ വാഹനങ്ങൾ പോയിട്ടുള്ളൊരു അടയാളം. അതിൽ മുകളിൽ ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ വാർക്കാനാണ്. ഇനി അവിടുന്ന് അതാണ് അതിൻ്റെ തല കാണുന്നത്. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ളൊരു ജോയിൻ്റ് പരിപാടി, അതും എലിവേറ്റഡ് ബ്രിഡ്ജ് തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വടകര ടൗൺ ഏരിയ മൊത്തം അങ്ങനെ ആക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചപ്പോൾ അങ്ങനെയുള്ള വർക്കിനായിട്ട് അവർ തയ്യാറെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും എലിവേറ്റഡ് ബ്രിഡ്ജ് തന്നെ വന്നാൽ, ഇതുപോലുള്ള ബ്രിഡ്ജ് വന്നാൽ ടൗൺ ഏരിയകൾക്കൊക്കെ ഒരു ഗുണം കേട്ടോ, പാർക്കിങ് കാര്യങ്ങൾക്കൊക്കെ. ഓക്കെ, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കുറേ വർക്കുകൾ എന്തൊക്കെ വിശേഷങ്ങൾ അതും പോയി നോക്കാം നമുക്ക്. പ്രത്യേകിച്ച് വർക്ക് നടക്കാത്തത് കൊണ്ട് വർക്കിൻ്റെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല. ഒക്കെ കഴിഞ്ഞ ഭാഗങ്ങളാണ് ഇതൊക്കെ. ബാക്കിയുള്ള ഈ ഭാഗത്തേക്ക് ഒരു വർക്കും നടന്നിക്കണമെന്നുള്ള ഇവിടെ ഒന്നും പണ്ടിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇവിടെ ഒരു ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് കുറച്ചൊക്കെ മണ്ണിട്ട് പരത്തിയതൊക്കെയാണ്. പക്ഷെ അവിടെ ഫുള്ള് പാർക്കിംഗ് ഏരിയയാണ് കേട്ടോ. ഇത് കണ്ടങ്ങൾ, ഇതൊക്കെ ഫുള്ള് വാഹനങ്ങൾ, വടകര ടൗണിലുള്ള വാഹനങ്ങൾ മൊത്തം ഏരിയയിൽ നിർത്തിയിട്ടിട്ടാണ്. എന്താല്ലേ. അപ്പോൾ ഇതിവിടെ മണ്ണിട്ട് നിരത്തിക്കൊണ്ടാണ് ഇങ്ങോട്ടുള്ള ഒരു റോഡ് വരുന്നുണ്ടെങ്കിൽ എന്താ അവസ്ഥ. ഇതൊക്കെ ശരിക്കും എലിവേറ്റഡ് ബ്രിഡ്ജ് തന്നെ ആകണം. അത് പാസ്സായിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. ഏതായാലും അങ്ങനെ തന്നെ എലിവേറ്റഡ് ബ്രിഡ്ജ് തന്നെ ആയാൽ അടിപൊളിയായിട്ടോ. വടകര ടൗണിൽ കുറേ വാഹനങ്ങൾ പാർക്കിംഗ് തന്നെ കേട്ടോ. ഏത് ടൗണിൻ്റെയും പ്രശ്നം പാർക്കിംഗ് തന്നെയാണ്. അത് ഇങ്ങനെയുള്ള റോഡ് മണ്ണിട്ട് നിരത്തിയുള്ള റോഡ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പാർക്കിംഗ് ഡബിൾ പ്രശ്നമായിട്ട് മാറും. ഏതായാലും കുഴപ്പമില്ല. എലിവേറ്റഡ് ബ്രിഡ്ജ് എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ തന്നെ ആവട്ടെ.
ഇനി അവിടുന്ന് അത് അങ്ങ് ദൂരെ മൈജിൻ്റെ ബോർഡ് കാണുന്നുണ്ടോ നിങ്ങൾ? ആടാ അതുവരെ ഒരു വർക്കും നടന്നില്ല കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് ഇതുപോലെയുള്ള ഒരു കഷ്ണം ഭാഗം വാർത്ത് വെച്ചിട്ടുണ്ട്, ചെറിയൊരു പീസ്. അത് തമ്മിൽ ജോയിൻറ്റ് ചെയ്യാൻ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലെന്തോ കയറ്റി വെക്കുന്നുണ്ടല്ലോ. അവിടെ എന്താ വർക്ക്? ഭൂമി ടെസ്റ്റിംഗ് ആണ്. പൈലിങ് തുടങ്ങാനുള്ള പരിപാടിയൊക്കെ ഉണ്ടോ? ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മൊത്തം പൈലിങ് നടത്തണ്ടേ? ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം ആദ്യം ഭാഗത്തുള്ള സർവീസ് റോഡിലെ വർക്ക് കഴിയണം. ആ ഭാഗത്തുള്ള ഏകദേശം ഒരു റോഡുണ്ട്, ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ റോഡ് വർക്ക്. എന്തായാലും റിസ്ക് വർക്ക് തന്നെ കേട്ടോ. ഏതായാലും എഞ്ചിനീയർമാർക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഇവിടെ നിന്ന് എങ്ങനെ തുടങ്ങും എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും ചിലപ്പോൾ. ഇത്ര നേരം വെക്കാം. ടൗൺ ഏരിയയിലൊക്കെ ഒരു വർക്ക് എടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ റിസ്ക്കാണ്. ഏതായാലും ഈ ഏരിയയിലുള്ള കാഴ്ചകൾ ഇതൊക്കെ കേട്ടോ. വർക്ക് അപ്ഡേഷൻ ഇനി കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് അങ്ങോട്ട് പോയി നോക്കാം. അവിടെയൊക്കെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവിടുന്ന് കൊണ്ട് പോകുന്നിട്ട് കുറച്ചങ്ങോട്ട് പോകുന്നിട്ട് സർവീസ് റോഡ് ഇവിടെ ഏകദേശം വർക്ക് കഴിഞ്ഞ കേട്ടോ. ഉണ്ടോ അവിടെ നോക്കിയിട്ട് കൊണ്ട് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്ക്, സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഓക്കെയാണ്. അവിടെ പൈലിങ് നടത്താനുള്ള പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നു. ഏതായാലും പൈലിങ്ങൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. എലിവേറ്റഡ് ബ്രിഡ്ജ് ഇങ്ങനെ പറന്ന് പോട്ടത്തിൻ്റെ മുകളിൽ ആളുകൾ അടിയിലുള്ളതൊക്കെ ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ അതൊരു വേറെ ലെവൽ തന്നെയാണ്. അവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു പീസ് ഇവിടെയും വാർത്തിച്ചിട്ടുണ്ട്. അണ്ടർപാസിന് വേണ്ടിയിട്ട് മണ്ണിട്ട് നികത്തിയതിലൂടെ. അതുപോലെ ഒറിജിനൽ ഒരു അണ്ടർപാസ് അത് അവിടെയും ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു വളവ്, അങ്ങ് ദൂരെ നിന്ന് മൈജീൻ്റെ അത് കണ്ടത്. ഇവർ ഈ അണ്ടർപാസിൻ്റെ ഇത് വാർത്ത് വെച്ചിട്ട് എലിവേറ്റഡ് ബ്രിഡ്ജ് വരുമ്പം അതിൻ്റെ മുകളിലേക്ക് ഗാഡർ എടുത്ത് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവുമോ? അതിന് ആ ഗാഡർ സൈഡിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ടാവുമെന്ന് അടുത്ത് പോയി വെക്കാം. കുറവാട്ടോ. അത്യാവശ്യം ഇവിടെ ഒരു പൈലിങ് തൊട്ടടുത്ത് തന്നെ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ. ഇവരിതിവിടെ ആറിപ്ലെയിൻ ബ്ലോക്ക് വെച്ച് മണ്ണിട്ട് നികത്തിക്കൊണ്ടുള്ള റോഡാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ വർക്ക് ഇവിടെ ചെയ്തു വെച്ചത്. ആ ഒരു ഗാഡർ പകുതിയിലേറെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു 1.5 അടിയാണ് ഞാൻ കാണുന്നുള്ളൂ എൻ്റെ കാഴ്ചയിൽ. പിന്നെ മോൾ ഭാഗത്തുള്ള ആ സ്ലാബിൻ്റെ ആ ചുണ്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗാഡർ കറക്റ്റ് ഒരു 1.5 അടിയോളം അങ്ങോട്ട് വെക്കാം. പക്ഷെ അത് മതിയാവില്ലാന്ന് തോന്നൂല്ലേ. ഏതായാലും ചിലപ്പോൾ ഒരു മാറ്റം വരുത്തേണ്ടി വരും. രണ്ട് ഭാഗത്തും തൊട്ടടുത്തായിട്ട് വേറെ പൈലിങ് കൊടുത്തിട്ട് സെൻട്രൽ ഭാഗം ജോയിൻ്റ് ചെയ്തിട്ട് സ്ലാബ് ആക്കാം. ഒക്കെ അതിനാവാൻ സാധ്യതയുണ്ട്. ഏതായാലും കാര്യങ്ങളൊക്കെ അതിന് മുറമോലെ നടക്കട്ടെ. നമ്മളെക്കാട്ടും വലിയ ഐഡിയ ഉള്ള ആൾക്കാരല്ലേ വർക്കൊക്കെ എടുക്കുന്നത്. അങ്ങനെ ഈ അടിഭാഗത്തൊക്കെ ഡ്രെയിനേജിന് വേണ്ടിയിട്ട് അവരിവിടെ കിളച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, മണ്ണൊക്കെ. ഇനിയിപ്പോൾ അതാ കുറച്ച് ദിവസമായിട്ട് മഴ ഇങ്ങനെ പെയ്യല്ലേ. മഴക്കാലമായി കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഇതിന് പഠിച്ചാനറിയാം. അങ്ങനെ ഈ ഭാഗത്തൂടെ പൈലിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വെറൈറ്റി പൈലിങ് മെഷീനാണല്ലോ. ഞാൻ ഇതുവരെ എൻ്റെ കണ്ണുകൊണ്ട് കാണാത്ത ഞാനാട്ടോ, നിങ്ങളൊക്കെ കണ്ടിട്ടാണെന്ന് അറിയില്ല. വെറൈറ്റി പൈലിങ് മെഷീൻ എന്താ ഇതിൻ്റെ വർക്ക് എന്നുള്ളത് കറക്റ്റ് അറിയില്ല. അതിൽ ആ ഒരു നാളത്തിലേക്ക് അവർ മെറ്റൽ നിറച്ച് കൊടുക്കുന്നുണ്ട്. ആ മെറ്റൽ കൊണ്ടാണല്ലോ JCB ഇതിൽ. ചെളിയാട്ടോ, ഫുള്ള് ചെളിയാണ്. പണിക്കാരൊക്കെ ചെളിയിൽ മറ്റേ വലിയ ഷൂട്ടൊക്കെ കേട്ടോ, അതൊക്കെ ചെളിയിൽ ഫുള്ള് നടന്നുകൊണ്ടാണ് അവിടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വാഹനങ്ങളൊക്കെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ആ അണ്ടർപാസ്സായിട്ട് ബന്ധപ്പെടുത്തുക. ഇനി ആ അണ്ടർപാസ്സൊക്കെ പൊളിച്ച് മാറ്റിയിട്ട് അറിയില്ല. ടൗൺ ഏരിയ കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ പൈലിങ് മെഷീൻ്റെ അത് കാണുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ വടകര ഭാഗത്ത് ഈ ഒരു കാഴ്ച വല്ലാത്തൊരു കാഴ്ച കേട്ടോ. കുറച്ച് ഭാഗം മാറുതിപ്പാതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞൊരു ഏരിയ, സർവീസ് റോഡിലേക്ക് അവിടെ നിന്ന് തിരിഞ്ഞ് പോകാൻ പറ്റിയൊരു ഏരിയ. മറ്റേ ഭാഗത്തുള്ള 6 വരിപ്പാതിൻ്റെ 3 വരിപ്പാതിൻ്റെ വർക്ക് നടക്കാത്തതുകൊണ്ട് ആ ഭാഗത്തു കൂടി വരുന്ന വാഹനങ്ങളെ ഇതിലെ വിടുന്നു കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗം പകുതി ഭാഗം ടാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം അവർ
മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് കൂടെ നമ്മളെ റെയിൽവേ പാളം പോകുന്നുണ്ട്. ഏതായാലും ഒക്കെ ഈ ഒരു തലക്കന്ന് അങ്ങോട്ട് പൈലിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് 2 പൈലിംഗ് മെഷീൻ, ഇനിയും പൈലിംഗ് മെഷീനുകളൊക്കെ വന്നിട്ട് പെട്ടെന്ന് പരിപാടി ചെയ്തോ. അവിടെ കുറേ എഞ്ചിനീയർമാരൊക്കെ കാണുന്നുണ്ട്. ഈ വടകര റീച്ചിൻ്റെ വർക്ക് എന്താ തീരാത്ത ടെൻഷൻ അടിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഇങ്ങനെ ബ്ലോക്ക് തന്നെ പ്രശ്നം. ബ്ലോക്കിൽ കുടുങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. പാർവതിപ്പാത വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങൾ കുറേ വരാണ്ടാവും. ഈ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരാണ്ടാവും. നോക്കാം, ഇപ്പോൾ ഏകദേശം സർവീസുകളുടെ വർക്കൊക്കെ വാഗടിൻ്റെ ഭാഗത്ത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ പ്രാവശ്യത്തെ മഴക്കാലം നമുക്ക് കണ്ടറിയാം. ഡ്രെയിനേജൊക്കെ ഒരു ഏരിയയിൽ അങ്ങനെ അവിടെ വാർത്ത് പോയ നിലത്തിൻ്റെ ലെവലിൽ, പക്ഷേ അങ്ങോട്ടാ വെള്ളം പോകേണ്ടതെന്നുള്ള കൃത്യമായ ഒരു ലക്ഷ്യം അതേത് എല്ലാ ഏരിയയിലും വെച്ച് പറയാം കേട്ടോ. വാഗടിൻ്റെ മാത്രമല്ല, ക്യാൻസിൻ്റെ ആയാലും KNRCൻ്റെ ആയാലും അത് നമുക്ക് ഈ മഴക്കാലത്ത് കാണാം. ഏകദേശം ഡ്രെയിനേജിത്തെ വെള്ളം ഏത് വഴിക്കാണ് പോകുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ സ്നേഹിതന്മാരെ, ഇതൊക്കെ കേട്ടോ വടകര ഭാഗത്തുള്ള വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടെ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.